ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വെണ്ടക്ക കൃഷി, ഞാൻ ഇതുവരെ ചെയ്ത വെണ്ടക്ക കൃഷിയാണിത്. ഇതിൽ നിന്ന് ഇന്ന് വിളവെടുപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ വെണ്ടക്ക മണ്ണിൽ മാത്രമല്ല, നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്ത് മട്ടുപ്പാവിൽ ചെയ്യാവുന്നതാണ്. ഇതുണ്ടോ, ഇതിൽ 2 തൈ നടാൻ, ഒരു ഗ്രോ ബാഗിൽ ഒരു തൈയാണ് ഏറ്റവും നല്ലത്. ഇത് 2 നടാൻ കാരണം ഒരു തൈ നന്നായി പൊട്ടിപ്പോയിരുന്നു, അത് വീണ്ടും കിളത്ത് വന്നാണ്. ഇതാണ് ആദ്യം നേരത്തെ നട്ടത്. ഇത് പൊട്ടിപ്പോയിട്ട് വീണ്ടും ഇവിടുന്ന് കിളർത്ത് വന്നാണ്. ഇതുണ്ട്, ഇതിലൊക്കെ കായ്കൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഇതിൽ നിമാവേരുകളുടെ ശല്യം ഉണ്ടാവും, പുഴുക്കളെ ശല്യം ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ നമ്മളെ ശീമക്കൊന്ന, അതെല്ലാം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മളിപ്പോൾ നടുന്ന സമയത്ത് തന്നെ ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് ആട്ടും കാഷ്ടവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ട, ഞാൻ കിച്ചൺ വേസ്റ്റ് വരുന്നൊക്കെ ഇതിന് ഇട്ട് കൊടുക്കലാണ് പതിവ്. കാരണം നമ്മളെല്ലാ പച്ചക്കറികൾക്കും കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ച് മണ്ണ് കയറ്റി കൊടുത്താൽ നന്നായിട്ട് കായ്കളുണ്ടാവും. ഇതുണ്ട, കായ്കളുണ്ടാവും, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഇത് ചെറിയ തൈകളാണ്. ഇതൊക്കെ ഞാൻ പറിച്ച് കഴിയാറായ ചെടികളാണ്. ഇതിലൊക്കെ നല്ല മുഴുത്ത നല്ല വലിപ്പമുള്ള വെണ്ടക്ക ഉണ്ടാവും. ഇതിലൊക്കെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. എല്ലാ ചെടികൾക്കും നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ വേറെ വളങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ല. മട്ടുപ്പാവിൽ ഇതൊക്കെ സുലഭമായിട്ട് വളർത്തിയെടുക്കാം നമുക്ക്. ഉണ്ടോ, ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണൊക്കെ ചുള്ളി അതിനൊക്കെ കുറേശ്ശെ വേപ്പും പിണ്ണാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വിരകളെ ശല്യം ഉണ്ടാവില്ല. ഞാൻ ഇത് ഇന്ന് വിളവെടുക്കാണ്. ഇതൊക്കെ അധിക ദിവസം വെക്കാൻ പാടില്ല, വെച്ച് കഴിഞ്ഞാൽ മൊത്തു പോവും. പിന്നെ കായ നമുക്ക് ഉപയോഗിക്കാൻ പ്രയാസമാവും. ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങെടുക്കുക. വേണ്ട, ഇതിലൊക്കെ കായ്കളുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാണ്, വിൽപ്പനക്കുള്ളതൊന്നുമല്ല. നല്ല വലിപ്പമുള്ള കായ്കളാണ്. നമുക്ക് വേണ്ടുന്നവരെ ഒരു നേരത്തെ സാമ്പാറിനൊക്കെ ഇടാനുള്ള കായ്കൾ ഇത്തരം ഗോബയിൽ നിന്ന് കിട്ടും. ഇതിൽ കുറേ പറിച്ച് കഴിഞ്ഞതാണ്, ഇതുവരെ ഒരുപാട് പറിച്ച് കഴിഞ്ഞതാണ്. ഇതൊക്കെ കണ്ടോ, ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ ഞാനിതാ പവിഴം പ്രൈസിൻ്റെ 5 കിലോൻ്റെ സഞ്ചിയിൽ ഇട്ടതാണ്. കണ്ടോ.